ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹംറാസ് വേൾഡ്. ഇന്ന് ചിക്കൻ ലോലിപോപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതൊരു വൈറ്റ് സോസിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. ലോലിപോപ്പിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ വിങ്സ് ഭാഗത്തുള്ള പീസാണ് എടുക്കുന്നത്. ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗമാണ് ലോലിപോപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാം. ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് തന്നെ ലോലിപോപ്പ് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. കത്തി കൊണ്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി അതിൻ്റെ ഇറച്ചികളൊക്കെ. ചിക്കനൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. താഴോട്ടൊക്കെ ഇറച്ചികളായതിനു ശേഷം നമ്മൾ ഇത് കൈ കൊണ്ട് ഒന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളത്, സിമ്പിളാണ്. അപ്പോൾ ഒരു 10 പീസ് ലോലിപോപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഇതിൻ്റെ മസാലക്കൂട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി നല്ലോണം ചതച്ചത്, അതായത് പേസ്റ്റും ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്തിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് ഒരു 10 മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഓരോ പീസും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും നമുക്ക് എണ്ണ വാർക്കാനായി മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള വൈറ്റ് സോസും കൂടി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് വഴന്ന് വന്നാൽ, അതിൻ്റെ സ്മെല്ലൊന്ന് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മൈദ 1 മിനിറ്റോളം ഈ ബട്ടറിൽ കിടന്ന് ഒന്ന് വഴന്ന് വരിക. വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം. ഇത് കുറുകി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതൊന്നുകൊണ്ട് കുറുകി വന്നു കഴിഞ്ഞാൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഈ വെള്ളം കൂടി ഒന്നുകൂടെ അതിലൊന്ന് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് നമുക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വീഡിയോൻ്റെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കട്ടോ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൻ്റെയും കൂട്ടുകാരുടെയും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. നമുക്ക് ഈ വൈറ്റ് സോസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ചപ്പ് ചെറുതാക്കി അരിഞ്ഞത് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത ലോലിപോപ്പ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കനൊക്കെ ഈ വൈറ്റ് സോസിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ചിക്കൻ വേണമെങ്കിൽ വൈറ്റ് സോസിൽ മൊത്താകെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം. പക്ഷെ അപ്പോൾ ചിക്കൻ്റെ ക്രിസ്പിനെസ് നഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ലോലിപോപ്പാണിത്.